friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഫ്രൈങ് പാനിലൊന്നുമല്ല, നമ്മുടെ വീടുകളിലുള്ള സാധാരണ പാത്രത്തിൽ. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗ്ലാസ്സിലാണ് കേട്ടോ, ചായ ഗ്ലാസ്സിന്. അതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചായയുടെ ഗ്ലാസ്, അതായത് ചില്ല് ഗ്ലാസ്സിന് അത്യാവശ്യം കട്ടിയുള്ള ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി, എന്നോട് പലരും ഇതിന് മുൻപ് കേക്കിൻ്റെ റെസിപ്പി കിട്ടപ്പോൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതുപോലത്തെ ചില്ല് ഗ്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, ചിലപ്പം അന്നേരം പൊട്ടിപ്പോകത്തില്ലെന്ന്. അങ്ങനെ പേടിയുള്ളവർ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷേ പൊട്ടിപ്പോകുന്നുമില്ല. ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പം നേരത്തെ കാണിച്ച സ്പൂൺ എന്ന് പറയുന്നത് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, അതായത് വലിയ സ്പൂൺ. ആ സ്പൂണിലാണ് ഞാനിന്ന് അളവുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഓരോ ഗ്ലാസ്സിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഗ്ലാസ്സിലുള്ള അളവുകൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് 3.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മൈദപ്പൊടിയോ റവയോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബാക്കിയുള്ള 2 ഗ്ലാസ്സിലും കൂടെ 3.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് മധുരം. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ എനിക്കിവിടെ 3/4 ടേബിൾ സ്പൂൺ കറക്റ്റായിട്ടാണ് തോന്നിയത് കേട്ടോ, കൂടുതൽ വേണമെങ്കിൽ ചേർത്തോളൂ. പിന്നെ ചേർക്കുന്നത് പാലെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം പാലായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് നേരെടുത്ത പാലായിരിക്കരുത്. അപ്പോൾ അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ ഇനി മുന്നോട്ട് പോകുന്തോറും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോ പൊടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. ചില പൊടികളൊക്കെ ഭയങ്കര പാല് വലിച്ചു കുടിക്കും, ചിലത് ഇങ്ങനെ അങ്ങനെ നമുക്ക് കറക്റ്റ് അളവായിരിക്കും. പക്ഷെ ഇതെനിക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു പാല് പിന്നീട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യല്ല, ബട്ടറോ നെയ്യോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഉള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ ടീസ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഗ്ലാസ് എടുത്തു, അത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാല് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ പാൽ ഒഴിക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കണ്ടോ, കറക്റ്റ് ഈ ഒരു പരുവം. ഇതാണ് നമ്മുടെ ഒരു പാൻ കേക്കിൻ്റെ പരുവം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ പാൻ കേക്ക് ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ അതിന് പകരം നിങ്ങൾ ഒരു തവണ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു 6 മിനിറ്റാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്ന് വേവിക്കാൻ എടുത്തൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കിതായി കിട്ടും. മാത്രമല്ല ഗ്ലാസ് ചൂടാറി കഴിയുമ്പം ആ ഗ്ലാസ്സോട് കൂടെ തന്നെ നമുക്കൊരു സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ഗ്ലാസ്സിൽ കണ്ടോ, നമ്മൾ ആദ്യം ഒഴിച്ച പാല് കറക്റ്റായി വരാത്തത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ആ ഒരു പാൻ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിലോട്ടൊന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഗ്ലാസ്സിലുള്ള ഒരു ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഒരു മൂന്നാമത്തെ ഗ്ലാസ്സും കൂടെ ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം 3 ഗ്ലാസ്സിലും ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി, ഞാനിതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ നമുക്ക് 1/4 ടീസ്പൂൺ വേണ്ട, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന 1/3 എന്നൊക്കെ പറയുന്ന ആ ഒരു അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു നുള്ള് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 3 നുള്ള് ബേക്കിംഗ് പൗഡർ ഓരോ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തട്ടിയൊക്കെ കൊടുക്കാം, പക്ഷെ ഞാൻ തട്ടിയൊന്നും കൊടുത്തൊന്നുമില്ല. ഇനി നേരിട്ട് തന്നെ ഞാനിതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലത്തെ വെള്ളമൊക്കെ തിളച്ച് നല്ല ആവി വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു 3 ഗ്ലാസ്സും വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് 6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം. ഇതിനേക്കാളും കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. ഈ 6 മിനിറ്റിന് അകത്ത് തന്നെ നമുക്കിതായി കിട്ടും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ് വെക്കണോ പൊട്ടോ എന്നൊക്കെ പേടിയുള്ളവർ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾ അതിന് പകരം ഏതെങ്കിലും ഒരു പാത്രത്തിൽ സ്റ്റീൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതവിടെ കറക്റ്റ് 6 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ തുറക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ പോലെ നമുക്ക് തോന്നുന്നതല്ല, ഇച്ചിരി വെള്ളം ഉണ്ടാവും, ആവിയിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം ഉണ്ടാവും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മൂടി വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളൊന്ന് കുത്തി കാണിക്കുവാണ്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 6 മിനിറ്റ് കറക്റ്റായിരുന്നു മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതേപോലെ ഞാനൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഗ്ലാസ് പൊട്ടിയിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി നോക്കാം.
കണ്ടോ നല്ല ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുമല്ല ചൂടാറി കഴിയുമ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കുവാണെങ്കിൽ, ഞാനിത് പക്ഷേ ഇത് അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കണമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് ചുറ്റിച്ച് കാണിച്ചു എന്ന് മാത്രം. കാരണം ഈസി ആയിട്ട് തന്നെ പോരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഗ്ലാസ്സിനകത്തുനിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ മാവ് ഒഴിക്കുന്നതിന് മുൻപ് അല്പം എണ്ണ ഗ്ലാസ്സിൽ തടവി കൊടുക്കുമായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ഗ്ലാസ്സിലടക്കം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് സ്പൂണിൽ കോരി നമ്മൾ കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഹോട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ, മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ, ഗോൾഡൻ സിറപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടൊക്കെ കഴിക്കാം. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും കണ്ടോ, ഇത് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഗോതമ്പ് പൊടി എന്നൊക്കെ പറയുമ്പം ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ട് നമ്മൾ കാണുന്നതല്ലേ. പിന്നെ ഞാനിപ്പോൾ ഇന്നിവിടെ സോസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചെറിയാണ് കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും, താനും കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ആവിയിൽ വേവിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. പെട്ടെന്നാവും ചെയ്യും കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഇച്ചിരി എളുപ്പമാണ് ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.